2 കൊരിന്ത്യർ അധ്യായം 9. വിശുദ്ധർക്ക് വേണ്ടിയുള്ള ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ട കാര്യമില്ല. സഹായിപ്പാനുള്ള നിങ്ങളുടെ ഉത്സാഹം എനിക്കറിയാം. അഖായയിലുള്ള നിങ്ങൾ കഴിഞ്ഞ വർഷം മുതലേ സംഭാവന ചെയ്യുവാൻ ഉത്സുകരായിരിക്കുന്നുവെന്ന് നിങ്ങളെപ്പറ്റി മാസിഡോണിയക്കാരോട് ഞാൻ പ്രശംസിച്ചുകൊണ്ടാണിരുന്നത്. നിങ്ങളുടെ ഉത്സാഹം അവരെ മിക്കപേരെയും പ്രവർത്തനത്തിന് തൽപരരാക്കിയിരിക്കുന്നു. ഈ കാര്യത്തിൽ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കുള്ള അഭിമാനം പൊള്ളയല്ല എന്ന് തെളിയിക്കുവാനും ഞാൻ പറഞ്ഞിരുന്നതുപോലെ നിങ്ങൾ തയ്യാറായിരിക്കുവാനും വേണ്ടിയാണ് സഹോദരരെ അയക്കുന്നത്. മാസിഡോണിയക്കാരായ ആരെങ്കിലും എന്റെ കൂടെ വരികയും നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി കാണുകയും ചെയ്താൽ നിങ്ങളെ സംബന്ധിച്ച അമിത വിശ്വാസം നിമിത്തം ഞങ്ങൾ ലജ്ജിക്കേണ്ടി വരും. നിങ്ങളുടെ സ്ഥിതി പറയുകയേ വേണ്ട. അതുകൊണ്ട് നിങ്ങളെ മുൻകൂട്ടി സന്ദർശിച്ച് നിങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്ന ഉദാര സംഭാവനയുടെ ക്രമീകരണം പൂർത്തിയാക്കുവാൻ സഹോദരരോട് ആവശ്യപ്പെടണമെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ അത് വൈമനസ്യത്തോടെയല്ല, ഔദാര്യത്തോടെ നൽകപ്പെടുന്ന ഒരു ദാനമാണെന്ന് വ്യക്തമാകും. ഇത് ഓർത്തുകൊള്ളുക: അല്പം വിതയ്ക്കുന്നവൻ അല്പം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഓരോരുത്തരും ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, വൈമനസ്യത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. കാരണം സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്ക് തക്കവണ്ണവും സകല സൽപ്രവൃത്തികളിലും വർദ്ധിച്ചു വരത്തക്കവണ്ണവും സമൃദ്ധിയായ അനുഗ്രഹം നൽകുവാൻ ദൈവം പ്രാപ്തനാണ്. അവിടുന്ന് വാരി വിതറി ദരിദ്രർക്ക് കൊടുക്കുന്നു. അവിടുത്തെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ വിതയ്ക്കുവാൻ വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിത്തിന്റെ ശേഖരം വർദ്ധിപ്പിക്കുകയും നീതിയുടെ വിളവെടുപ്പ് സമൃദ്ധമാക്കുകയും ചെയ്യും. നിങ്ങൾ എല്ലാ സന്ദർഭത്തിലും ഔദാര്യ മനസ്കരായിരിക്കുവാൻ തക്കവണ്ണം എല്ലാവിധത്തിലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കും. അങ്ങനെ നിങ്ങളുടെ ഔദാര്യ ദാനം ഞങ്ങൾ മുഖേന ദൈവത്തിന് സ്തോത്രാർപ്പണമായി തീരും. നിങ്ങൾ ചെയ്യുന്ന ഈ സേവനം വിശുദ്ധരുടെ ആവശ്യ നിർവഹണം മാത്രമല്ല, ദൈവത്തോടുള്ള അനവധിയായ നന്ദിപ്രകാശനത്തിന്റെ കവിഞ്ഞൊഴുക്കും കൂടിയാണ്. നിങ്ങളുടെ സ്വഭാവം തെളിയിച്ച ഈ ശുശ്രൂഷയുടെ ഫലമായി ജനങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. ക്രിസ്തുവിന്റെ സുവിശേഷം സ്വീകരിച്ചതിനെ തുടർന്നുള്ള നിങ്ങളുടെ അനുസരണത്തിനായും നിങ്ങളുടെ ഓഹരി അവർക്കും മറ്റുള്ളവർക്കും പങ്കിടുവാൻ കാണിച്ച സന്മനസ്സിനായും തന്നെ ദൈവം നിങ്ങൾക്ക് തന്ന അളവില്ലാത്ത കൃപനിമിത്തം നിങ്ങളെ കാണുവാൻ വാഞ്ചിച്ചുകൊണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർണ്ണനീയമായ ദാനത്തിനു വേണ്ടി ദൈവത്തിന് സ്തോത്രം.